ഹലോ എവരി വൺ. ഞാൻ പറഞ്ഞില്ല ദുർഗമ്മ വിഗ്രഹം വെക്കുന്ന കാര്യത്തെപ്പറ്റി. ഇതാ കുറച്ച് വിഗ്രഹങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇപ്പം വരുന്നത് ഇത് ഒരു അമ്പലത്തിൻ്റെ അവിടുത്തെ ലൈറ്റിംഗ് ആണ്. അതൊരു അമ്മവാരി ടെമ്പിളാണ്, അവിടുത്തേതാണ്. ഇങ്ങനെ അമ്മ ഇത് ഇന്ന് മുതൽ, അത് ഇന്നലെ അമാവാസ്യയായിരുന്നു. ഇന്നലെ പൂജയൊന്നും തുടങ്ങിയില്ല. അമ്മയുടെ വിഗ്രഹം മെനഞ്ഞാന്നേ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം അമാവാസ്യ നാട് കൊണ്ടുവരരുത് എന്നോർത്തിട്ട്. പിന്നെ അതല്ലാത്തവർ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് മെനഞ്ഞാന്ന് കൊണ്ടുവന്നവരാണെങ്കിൽ അമ്മയുടെ കണ്ണിന് അമ്മ ഒന്നും കാണാത്ത പാതിൽ മുഖത്ത് ഒരു ക്ലാത്ത് എന്തെങ്കിലും മറച്ച് വെക്കും. എന്നിട്ട് ഇന്നേ അത് തുറക്കുകയുള്ളൂ. തുറന്നിട്ട് ഇന്നാണ് പൂജ. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേനും പൂജയൊക്കെ തുടങ്ങി, 6 മണിയായപ്പോഴേ. ഇപ്പം ഞാനിതെല്ലാം കഴിഞ്ഞാണ് ഇറങ്ങിയത്. കാരണം എൻ്റെ ട്യൂഷനെല്ലാം കഴിഞ്ഞ് വെച്ച്, അതായത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഇതായിരുന്നു, വിഗ്രഹമായിരുന്നു. എല്ലായിടത്തും പൂജയൊക്കെ കഴിഞ്ഞു. ചിലയിടത്തൊക്കെ ആണെങ്കിൽ അവർ മറച്ചു, അതായത് പൂജയെല്ലാം കഴിഞ്ഞ് അമ്പലം അടയ്ക്കുന്ന പോലെ തന്നെ ഇവർ ഈ ഷെഡൊക്കെ അങ്ങ് അടച്ചെന്ന് കണ്ടു. സോ ഏതാണ് ഓപ്പണുള്ളത് അവിടെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ വീഡിയോസ്, കുറച്ച് വീഡിയോ ഉള്ളൂ. ഇങ്ങനെ അമ്മയ്ക്ക് കണ്ടില്ലേ സാരി, ഓരോ ദിവസവും ഓരോരുത്തർ പൂജ ചെയ്യും. അവർ ഓരോ സാരികൾ, അതുപോലെ നാരങ്ങാമല, നോട്ടുമല, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അവരോട് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് അവരുടെ ഇതനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് ആ സാരികളെല്ലാം അമ്മ ഉടുപ്പിക്കും. ഒരു ദിവസം തന്നെ 3-4 സാരി ഇട്ട് കഴിഞ്ഞാൽ ഒരു സാരി ഉടുപ്പിക്കും, ബാക്കി സാരികൾ അമ്മയുടെ ദേഹത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം ഏറ്റു കൊടുക്കും, വേലം പാടും. ഇത് ഒരമ്മയുടെ വിഗ്രഹം കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ഇങ്ങനെ ഒത്തിരിയും വിഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം ഏറ്റെടുക്കും 10-ാം പക്കം. ഇന്ന് മുതൽ തുടങ്ങി 10-ാം ദിവസം നവരാത്രി കഴിയുമ്പോൾ കൊണ്ടുവന്ന് നിമജ്ജനം ചെയ്യും. ഇനിയിപ്പം അടുത്ത വിഗ്രഹം കണ്ടോണേ, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുള്ള വിഗ്രഹം കണ്ടില്ലേ. ശരി, ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാമേ. അതുവരെ ബൈ.